ഡൽഹിയിൽ ആഴ്ചയിൽ 2 ദിവസം സമ്പൂർണ്ണ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി രേഖ ഗുപ്ത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന്റെ ചുവടുപിടിച്ചാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊർജ്ജ സംരക്ഷണത്തിനായി ഒരു ജനകീയ പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷം ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ 2 ദിവസത്തെ നിർബന്ധിത വർക്ക് ഫ്രം ഹോം നിർദ്ദേശം പ്രഖ്യാപിച്ചു. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളും ഇത് പിന്തുടരാൻ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഊർജ്ജ അനിശ്ചിതത്വത്തിനിടയിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കുക, പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് 90 ദിവസത്തെ സംരംഭ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മേരാ ഭാരത് മേരാ യോഗദാൻ ക്യാമ്പയിനുമായി ബന്ധപ്പെടുത്തി ഗുപ്ത മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആശുപത്രികൾ, അഗ്നിശമന സേനകൾ, ജയിലുകൾ, പൊതുഗതാഗതം, വെള്ളം, വൈദ്യുതി വിതരണം എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഒഴിവാക്കി എല്ലാ വകുപ്പുകളും വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ഉത്തരവ് പറയുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതിന് പിന്തുണയ്ക്കുന്നതിനായി ഡൽഹി തൊഴിൽ വകുപ്പ് ഒരു ഏകജാലക സഹായ കേന്ദ്രവും കോൾ സെന്ററും സ്ഥാപിക്കുകയും കമ്പനികളുമായി സ്ഥാപനങ്ങളുമായും ഇടപഴകുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. തന്റെ ഔദ്യോഗിക വാഹന വ്യൂഹം 4 ചുരുക്കുമെന്നും ഇലക്ട്രിക് വാഹനങ്ങളും പൊതുഗതാഗതത്തിന് മുൻഗണന നൽകുമെന്നും ഗുപ്ത പറഞ്ഞു. ഡൽഹി സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പ്രതിമാസ ഇന്ധന അലവൻസ് 20% കുറവ് പ്രഖ്യാപിച്ചു. പൊതുഗതാഗതത്തിനായി തങ്ങളുടെ ഗതാഗത അലവൻസിന്റെ കുറഞ്ഞത് 25% ചെലവഴിക്കുന്ന ജീവനക്കാർക്ക് 10% ഇൻസെന്റീവ് ലഭിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. മന്ത്രിമാരെയും ജീവനക്കാരെയും പൊതുഗതാഗതം ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ തിങ്കളാഴ്ചയും മെട്രോ തിങ്കളായി ആചരിക്കുമെന്നും ഗുപ്ത പറഞ്ഞു. പൗരന്മാരോട് സ്വമേധയാ ആഴ്ചതോറുമുള്ള വാഹന നിരോധന ദിനം ആചരിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.